വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ടപ്പോ ഇന്ന് നമ്മൾ എവിടെ പോന്നേ? ഇത് നമ്മള് പോകുന്നത് ഗാൽവേ കത്തീഡ്രലാണ്. ഗാൽവേയിലെ വലിയൊരു പള്ളിയാണ്. അപ്പൊ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല അവിടെ. അപ്പൊ ഇന്ന് ഞാനും കണ്ണപ്പനും ചേട്ടായും കൂടി ഗാൽവേ കത്തീഡ്രൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പോയാലോ? അങ്ങനെ നമ്മൾ ഗാൽവേ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പുറത്തുനിന്നുള്ള അതിൻ്റെ വ്യൂ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് എവിടെയാണെന്ന് നോക്കി പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഭയങ്കര വലിയൊരു ബിൽഡിങ്. നല്ല രസമുണ്ട് അത് കാണാൻ. വ്യൂ അടിപൊളിയാണ് ശരിക്കും. വഴിയിൽ നിന്ന് നമ്മൾ ആ റോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി. പാർക്കിംഗ് അത്യാവശ്യം നല്ല വലിയൊരു പാർക്കിംഗ് അവിടെ ഉണ്ട്. പക്ഷേ പെയ്ഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒരു 1 ഡേയിലേക്കാണ് നമുക്കവിടെ പാർക്കിംഗ് കിട്ടുന്നത്. അത് 6.5 യൂറോസാണ് അതിൻ്റെ അകത്ത് നമ്മൾ പാർക്കിങ്ങിനായിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ അത് 24 hours-ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ വഴിക്കടെ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര ചില്ല് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ നമ്മളിതൊക്കെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചേട്ടായും കണ്ണപ്പനും കൂടി പാർക്കിങ്ങിൻ്റെ ക്യാഷ് അടയ്ക്കാൻ വേണ്ടി പോയേക്കാണ്. ഒക്കെ അങ്ങനെ അവർ പാർക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുക. ക്യൂ ഒന്നുമില്ല. അത്യാവശ്യം നല്ല പാർക്കിങ്ങും വലിയൊരു ഏരിയയും ഉണ്ട്. പള്ളിയുടെ അകത്തും പാർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്ന്. അതിന് ഫീ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ എന്തായാലും നമുക്ക് 6.5 സെൻറ്റ് കൊണ്ട് പാർക്കിങ്ങിന് കൊടുക്കണം. അങ്ങനെ ചേട്ടായും കണ്ണപ്പനും പാർക്കിങ്ങൊക്കെ എടുത്ത് കണ്ണപ്പൻ അതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് കിട്ടി. അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പെയ്ഡ് പാർക്കിംഗ് എടുത്താലും അങ്ങനെയാണ്. അങ്ങനെ പാർക്കിംഗ് ഡിസ്പ്ലേ ചെയ്തു ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു റിവറുണ്ട്. ആ റിവറിൻ്റെ സൈഡ് വഴി നമുക്കൊരു വാക്കിംഗ് വേ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം അത് കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ആ റിവറിൻ്റെ പേര് കോറിബ് എന്നാണ്. ഈ കോറിബ് റിവറിൻ്റെ പാരലായിട്ട് ഒഴുകുന്ന ഒരു ചെറിയ കനാലുണ്ട്. ആ കനാലിൻ്റെ മുകളിലൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് വഴിയാണ് നമ്മളിങ്ങനെ പള്ളിയിലേക്ക് ഈ കത്തീഡ്രലിലേക്ക് നടന്നു വരുന്നത്. അപ്പോൾ അതും ഒരു നല്ല രസമുള്ളൊരു വാക്കിംഗ് ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സൈഡിലെ വ്യൂ എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെയും കുറച്ച് വിശാലമായ കുറച്ച് ഏരിയ ഉണ്ട്. കാണാനും ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള കുറച്ച് വ്യൂസൊക്കെ ഉണ്ട് അവിടെ നിന്ന്. ആ കനാലാണെങ്കിൽ തന്നെ അടിപൊളിയാണ്. അപ്പം അതിനകത്ത് കണ്ണപ്പനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, വെള്ളം കാണുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ ആ വെള്ളമൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് വഴിയിൽ നിന്നുള്ള ആ പള്ളിയുടെ കത്തീഡ്രലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കോറിബ് റിവറിൻ്റെ സൈഡിലുള്ള വാക്ക് വേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു വാക്ക് വേ ആണ്. നല്ല കുറേ ആൾക്കാർ ഇങ്ങനെ ജോഗിങ്ങിനായിട്ടും ഒക്കെ വരുന്നുണ്ട്. നടക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് കോറിബ് റിവർ. അടിപൊളിയാണ്. ആ സൈഡിൽ കൂടെ നടക്കുന്ന അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. ആൾക്കാരിങ്ങനെ ഒരു സണ്ണി ഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കാണെങ്കിലും ഒരു സന്തോഷമാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അധികം ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആ റിവറിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ആ വെള്ളം ഒഴുകുന്ന ആ ഒരു സൗണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ സൈഡിലിരുന്ന് വർത്താനം പറയുന്നു. ഞങ്ങൾ കണ്ണപ്പൻ എല്ലാവരൊക്കെ ഹായ് ഒക്കെ കാണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന വഴിക്കാണ് ഒരു പയ്യൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു വല്ല മീനെ വല്ല കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ കോറിബ് റിവറിൽ സാൽമൺ ഫിഷിങ് ഭയങ്കരമായിട്ട് സാൽമൺ ഒത്തിരി കിട്ടുന്ന ഒരു റിവറാണിത്. അപ്പോൾ സാൽമൺ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. പക്ഷേ ആ ചെറുക്കനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നിന്ന സമയത്ത് അവനൊന്നും കിട്ടിയില്ല. പക്ഷേ ആൾക്കാരൊക്കെ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാൽമണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. സ്വാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടിങ്ങനെ
ഈ റിവറിൽ കൂടെ കോറം റിവറിൽ കൂടെ ഇങ്ങനെ നീന്തി പോകുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങളത് നോക്കി നിന്നു. ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു അത് നമുക്ക് സാധാരണ കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഫിഷ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേരെന്നാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഫിഷ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ ഫിഷുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കണ്ണപ്പനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഫിഷിനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പള്ളിയിലെ കാഴ്ചകൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് കത്തീഡ്രലിലേക്ക് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കത്തീഡ്രലിലേക്ക് ഇങ്ങനെ പയ്യെ, അതും സണ്ണി ഡേ ആയതുകൊണ്ട് ലൈറ്റും പിന്നെ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസിനെ അത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ വന്ന ഡേ നല്ലൊരു കറക്റ്റ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ എൻട്രൻസ് ഇവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കത്തീഡ്രൽ ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 1958 ജോൺ ജെ റോബിൻസൺ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത് 1965 ഈ ഗാൽവേ കത്തീഡ്രലിൻ്റെ. ഈ കത്തീഡ്രൽ ശരിക്കും ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അവർ ലേഡി അസംബ്ഡ് ഇൻ ഹെവൻ ആൻഡ് സെയിൻറ്റ് നിക്കോളാസ്, ഇവർ രണ്ടുപേരുടെയും പേരിലാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. പക്ഷേ കോമൺ ആയിട്ട് ലോക്കലായിട്ട് ഇതിനെ ഗാൽവേ കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തും ഒരു ഡിവൈൻ ഫീലാണ് ശരിക്കും. നമ്മൾ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴുള്ള ആ ഒരു കാം ആൻഡ് ക്വയറ്റ്, മനസ്സിനൊരു പ്രത്യേക ഒരു ശാന്തി സമാധാനമൊക്കെ കിട്ടുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു ഇവിടെയും. അപ്പോൾ അതും ശരിക്കും ഭയങ്കര ഒരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ശരിക്കും ഈ പള്ളി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും അവസാനത്തെ ഈ സ്റ്റോണിൽ നിർമ്മിച്ച പള്ളിയാണ് യൂറോപ്പിലെ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ പള്ളിക്കുണ്ട്. പിന്നെ ഈ പള്ളിയുടെ വാൾസൊക്കെ ഫുൾ സ്റ്റോണാണ്. കോൺക്രീറ്റ് വളരെ കുറവാണ്, മൊത്തം സ്റ്റോൺ കൊണ്ടാണ്. അപ്പോൾ ക്ലൈമറ്റും അതിൻ്റെ അകത്തെ ഒരു ടെമ്പറേച്ചറും വേറൊരു, അതായത് നമ്മുടെ പുറത്തുനിന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ അകത്തെ ഒരു ടെമ്പറേച്ചറിന്. പിന്നെ അതിനകത്ത് കാണാനും കാഴ്ചകളും ഭയങ്കര രസമാണ്. കുറേ പെയിൻറ്റിങ്സും പിന്നെ ലൈറ്റുകളാണെങ്കിലും വിൻഡോസിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഡോം എന്ന് പറഞ്ഞാൽ ഇത് 145 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഡോമിന്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പള്ളിയിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ മാതാവിനെ കണ്ടു. അങ്ങനെ മാതാവിനെ കണ്ടു ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവും ഔസേപിതാവും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പള്ളിയുടെ ഒരു ചെറിയ മിനിയേച്ചർ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഫ്രണ്ടിലേക്ക് നടക്കാനാണെങ്കിലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്കിതിൻ്റെ അകത്ത് നിന്ന് അൾത്താര കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയത്ത് മാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അൾത്താര നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിയ പള്ളിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് നമുക്ക് പള്ളിക്കകത്തിരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം ഞാനും കണ്ണപ്പനും തിരി കത്തിച്ച്, നമ്മൾ 3 തിരി കത്തിച്ച് ഞങ്ങൾ 3 വിഷൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെയാണല്ലോ ഒരു വിശ്വാസം. നമ്മളൊരു പള്ളിയിൽ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന 3 വിഷ് നടക്കും എന്നാണല്ലോ. അപ്പോൾ ഞാനും കണ്ണപ്പനും ഞങ്ങളുടെ 3 വിഷൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞു, മാതാവിനോടെല്ലാം പറഞ്ഞു. അങ്ങനെ പള്ളിയിലൊക്കെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഞായറാഴ്ച നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്, നല്ല കാറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു.
പോകുന്ന വഴിക്കൊക്കെ കണ്ണപ്പൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പാർക്കിങ്ങിലെത്തണം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ. അപ്പൊ അത്രേ ഉള്ളൂ ഗാൽവയ്ക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങള്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നത് സിൽവർ സ്ട്രാൻഡ് ബീച്ചിലേക്കാണ്. അപ്പൊ അതിന്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 പറ. ബൈ 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 ബൈ.